ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു 6 വേർഡ്സാണ്. ഈ 6 വേർഡ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയോട് നിങ്ങൾ കോൺവെർസേഷനിലോ അല്ലാത്ത ഇത് പറയേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒത്തിരി കൂടും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് ഐ റെസ്പെക്റ്റ് യു എന്നുള്ളതാണ്. ഞാൻ നിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. സാഹചര്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ, അത് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ എടുക്കുന്ന എഫേർട്ടിന് ഒരു അപ്രിസിയേഷൻ കിട്ടിയ പോലെയായി. അതേപോലെ തന്നെ ആ വ്യക്തിക്ക് അത് കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടൊരു മതിപ്പാണ് അവർക്ക് തോന്നുക. അവരെടുക്കുന്ന എഫേർട്ടിനെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഐ റെസ്പെക്റ്റ് യു എന്ന് പറയുന്ന സമയത്ത്. അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആവുകയും ചെയ്യുന്നതിനും ഒക്കെ ഒരു അപ്രിസിയേഷൻ കിട്ടിയതുപോലെയാണ് ഐ റെസ്പെക്റ്റ് യു എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം അത് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അത് എടുത്തിടുക. തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ ഇതൊരു കാരണമാവും. ഇനി രണ്ടാമത്തെ ഒരു വേർഡാണ് താങ്ക് യു എന്ന് പറയുന്നത്. ഈ താങ്ക് യു പറയാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട് അല്ലേ? എന്ത് ചെറിയ സഹായം ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴും പ്രോത്സാഹിപ്പിക്കുമ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമുക്ക് താങ്ക്സ് പറയാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ ഒരു ശീലമാക്കി മാറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കാരണം അത് കേൾക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയെ വാല്യൂ ചെയ്യുന്നുണ്ട്, മാത്രമല്ല ഒരു ഗംഭീര അപ്രിസിയേഷനും കൂടിയാണത് അല്ലേ? അപ്പം അത് നിങ്ങൾ പറയാൻ വിട്ടുപോകരുത്. താങ്ക് യു എന്നുള്ള വേർഡ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനിലൊന്ന് കൊണ്ടുവരിക. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം ഐ ബിലീവ് ഇൻ യു എന്നുള്ളതാണ്. അഥവാ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അതൊരു ലോ മൊമെൻറ്റിലൊക്കെ ആണെങ്കിൽ, അഥവാ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ താഴെത്തട്ടിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ സംഭവിച്ചിരിക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ പോയിട്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ട് തോന്നും. മാത്രമല്ല അവരുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടാകും, മുന്നോട്ട് പോകാൻ, നേടിയെടുക്കാൻ, ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഐ ബിലീവ് ഇൻ യു എന്നുള്ളത്. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ സന്ദർഭത്തിനനുസരിച്ച് പറയുക, ഉപയോഗിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ടതാണ് ഐ ട്രസ്റ്റ് യു എന്നുള്ളത്. ഇത് പ്രൊട്ടക്റ്റീവ് സൈഡായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെൻറ്റ് കൂടും, സ്നേഹം കൂടും, ഒക്കെ ചെയ്യും. ഐ ട്രസ്റ്റ് യു എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ആ വിശ്വാസം നിലനിർത്താൻ കൂടുതൽ താല്പര്യമുണ്ടാകും. നെക്സ്റ്റ് വൺ ഐ എം പ്രൗഡ് ഓഫ് യു എന്നുള്ളതാണ്. നിങ്ങളൊരു വ്യക്തിയോട് ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് മീനിങ് മനസ്സിലാക്കിയ ഒരു ആൾക്ക്, അത് കേൾക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഫീൽ എന്തായിരിക്കും? ഐ ആം ഓസം എന്നുള്ള ആ ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ? ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോഴൊക്കെ നമുക്ക് പറയാം. അവരെന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ പ്രോത്സാഹനമോ കിട്ടുമ്പോഴൊക്കെ പറയാം ഐ എം പ്രൗഡ് ഓഫ് യു മാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണത്. അതിന് കിട്ടുന്ന കിക്ക് എന്ന് പറയുന്ന ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. സോ അത് പറയാൻ പറ്റുന്ന സന്ദർഭത്തിൽ പറയുക ഐ എം പ്രൗഡ് ഓഫ് യു. നെക്സ്റ്റ് വൺ യു മേക്ക് മീ ഫീൽ സേഫ് എന്നുള്ളതാണ്. അഥവാ ഇത് ഒരു പ്രൊട്ടക്ടറായിട്ട് കാണുമ്പോഴൊക്കെയാണ് ഇത്തരത്തിൽ പറയുക. അപ്പം എന്നോട് ഇതൊരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വ്യക്തിയെ സംരക്ഷിക്കാൻ തോന്നും, ആ വ്യക്തി എനിക്കൊരു വാല്യൂ നൽകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നും അല്ലേ? അപ്പോൾ നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യാണ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 സെൻറ്റൻസുകളാണ് പറഞ്ഞത്. ഇത് മാത്രം ഒന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്ദർഭത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ആ വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹം കൂടും. ഓക്കെ, അപ്പോൾ ഉപയോഗിച്ച് നോക്കുക.
ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക്